ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. എനിക്ക് ഈയിടെ ഒരു അനുഭവം, ഞാൻ അധികം പറയുന്നില്ല, നിർത്തുകയാണ്. കോഴിക്കോട്ട് നിന്ന് ഞാൻ ബസ് കയറി. അപ്പൊ അന്ന് ഞാൻ തൊപ്പി വെച്ചിട്ട് ഒരു പരിക്കമുണ്ട് കണ്ട തോളിട്ട് കയറി. ഞാൻ ചിലപ്പോൾ അങ്ങനെ പോലെ ഒരു കള്ളിത്തുണി എടുത്തിട്ടുണ്ട്, ഒരു പരിക്കമുണ്ടും. അതിന്റെ അടുത്ത് നല്ല ഉഷാറിൽ നല്ല ഡ്രസ്സ് ധരിച്ചൊരു മൂലയിൽ വന്നിരുന്നു. മൂപ്പരത്തൊരു ടെസ്റ്റ് ചെല്ലുന്ന യന്ത്രമൊക്കെ ഉണ്ട്. അങ്ങനെ മൂപ്പരെ ഞാൻ അങ്ങനെ ഇരിക്കണതിന്റെ ഇടയിൽ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കണ്ട. അപ്പൊ ഓരോരുത്തരുടെ പേരെഴുതി അതിന്റെ നേരെ ഇങ്ങനെ സംഖ്യ ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് വന്ന ആൾ വല്ല പൈസയും കൊണ്ടു കൊടുക്കാൻ പോകുമായിരിക്കും. സലാം പറഞ്ഞു, എന്നോട് നിങ്ങൾ എവിടെ ചെയ്യാം? മേലാറ്റോട് പറഞ്ഞാണ്. പേര് ചോദിച്ചു മൂസേനോട് പറഞ്ഞു. എന്താ ജോലി വെച്ചു? ഇങ്ങനെ ചെറുതായിട്ട് മദ്രസയും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാണ്. തൊഴിലൊന്നും പറഞ്ഞില്ല. മദ്രസയും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മഹലിലെ മദ്രസയായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഹാദിമാണിയാണ്. മുഅല്ലിമ എന്നുള്ള അർത്ഥത്തിനല്ല, മുഅല്ലിമാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ചെറിയ മദ്രസയും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞു. അതെന്നെ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായി. മൂപ്പരോട് ചോദിച്ചാൽ നിങ്ങളെവിടെ? ഞാനിങ്ങനെ നരിക്കുഞ്ഞാണ്. പേര് പറഞ്ഞു. എന്താ ജോലി വെച്ചു? സിറാജിലാണ്. അല്ല ഹബീബ, എന്താ സിറാജിന്റെ പുറത്താന്ന് ചോദിച്ചു. ഈ ഹബീബെന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ ആളാണ് മൂപ്പര് ധരിച്ചു. അവൻ അതിന്റെ ഭർത്താനൊന്നും പറയണ്ട. എന്തേ എത്ര കോപ്പിന്റെ ചോദിച്ചു? കോപ്പി കുറവാണ്. എത്ര ഉണ്ട് ചോദിച്ചു? കുറവാണ്. എത്ര ചോദിച്ചാലും ഇയാൾ കുറവാണ്. 5000 ചോദിച്ചു? ആ നല്ല. 10000 ചോദിച്ചു? അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ 5ന്റെയും 10ന്റെയും ഇടയിലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇയാളുടെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ എത്ര ജീവനക്കാരുണ്ടെന്ന് ചോദിച്ചാൽ 60 ജീവനക്കാരുണ്ട്. ശമ്പളം ചോദിച്ചപ്പോ 3000 മുതൽ 6000 വരെ ശമ്പളം, 60 ആൾക്ക്. അപ്പൊ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോ ഏകദേശം ഇത്ര റുപ്യ ഒരു മാസത്തിൽ ചെലവ് വരുമല്ലോ. പത്രം 10000 കോപ്പി തന്നെ അച്ചടിച്ച് വിതരണം ചെയ്താലും കമ്മീഷൻ കഴിച്ച് ബാക്കി ഇത്രയല്ലേ വരുള്ളൂ. അപ്പൊ ഒരു ദിവസം വലിയ ഭീമമായ നഷ്ടം വരുള്ള കണക്കൂട്ടികൾ പറഞ്ഞു കൊടുത്തപ്പോ ഇയാള് നിങ്ങൾ എവിടെ വെച്ച് പിന്നീട് രണ്ടാമത്തെ ഞാൻ മേലാറ്റാണ് അറിഞ്ഞു. ഞാനപ്പോ അത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിലനിർത്തുന്നത്? അതിന്റെ വർത്താനൊന്നും പറയണ്ട. നമ്മളിപ്പോ ആ യത്തീങ്കാനല്ലെങ്കിൽ നമുക്ക് ഈ പത്രം നിലനിർത്താൻ കഴിയില്ല. ഇത് പറ്റുമോ? യത്തീങ്കാനല്ലെങ്കിൽ പത്രം നിലനിർത്താൻ കഴിയൂലെന്നാ പറയുന്നത്. ഇത് ഹലാലാവോ? എനിക്കറിഞ്ഞൂടാ. നമ്മൾ തിരിച്ച് ഓതിയിട്ടില്ല. ഓതിയ അറിവനുസരിച്ച് ഒരു കോലം ആലോചിച്ചിട്ട് കാണില്ല. യാതൊരു കോലം കാണില്ല. എന്തിനാണ് ഈ ഏർപ്പാടും? ഈ പോട്ടെ, നമ്മളങ്ങനെ ഭിന്നിച്ചു രണ്ടായി. യത്തീമിന് വേണ്ടി തിരിച്ച് യത്തീമിന് ചെലവാക്കണ്ടേ? പള്ളിക്ക് വേണ്ടി തിരിച്ച് പള്ളിക്ക് ചെലവാക്കണ്ടേ? നമ്മൾ എന്ത് ഗ്രൂപ്പായാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഈ സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞതിലൊരു പ്രത്യേകത തറാവീന്റെ റക്അത്തിലും കൈ കെട്ടുന്നിടത്തും മാത്രമല്ല, മുജാഹിദിൽ നിന്ന് ജമാഅത്തിൽ നിന്ന് മറ്റ് ബിദഈ പ്രസ്ഥാനക്കാരിൽ നിന്ന് ഭിന്നമായി നമ്മുടെ ജീവിതത്തിലും ഇടപാടുകളിലും പരമാവധി സത്യസന്ധതയും നീതിയും പുലർത്തുന്നവരാവണം. ഈ പോട്ടെ, സമൂഹം മൊത്തം ദുഷിക്കുമ്പോൾ നമ്മളും ദുഷിക്കേർക്കും. എന്നാലും മറ്റോളക്കാണ് മെച്ചാവണ്ടേ? തമ്മിൽ ഭേദം. നമുക്ക് ഗസാലിമാമാണ് പക്ഷേ കഴിയില്ല. പോട്ടെ, കണ്ണിയത്താകാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള മറ്റ് ബിദഈ പ്രസ്ഥാനക്കാരെക്കാണ് മെച്ചം നമ്മളാവണ്ടേ? ആവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഒരു നേരും നെറിയും ഇല്ലാത്ത ഇടപാട്. ഇത്രേ പറയാൻ നൂർച്ചുള്ളൂ. ഇതിലേറെ പറയാനുണ്ട്. നീ പറയിപ്പിച്ചാ പറയേണ്ടതില്ലേ?